ഹലോ ഡിയർ സ്റ്റുഡൻസ്, സൊല്യൂഷൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡീവിയേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ കണക്റ്റിംഗ് ടോപ്പിക്കാണ് പറയുന്നത്. അതിൻ്റെ ഒരു വാൽ കഷ്ണം പോലെയുള്ള ഒരു ടോപ്പിക്കാണ്, ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടോപ്പിക്കിൻ്റെ പേരാണ് അസിയോട്രോപ്സ്. അസിയോട്രോപ്സ്. അപ്പം എന്താണിത് എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു പ്രിലിമിനറി ആയിട്ടുള്ളൊരു ഡാറ്റ ഞാൻ ഓർമ്മയിൽ കൊണ്ടുവരാം. നമ്മളിപ്പോൾ സാധാരണ ഒരു മിക്സ്ചറിന്, ഫോർ എക്സാമ്പിൾ രണ്ട് ലിക്വിഡ്സിൻ്റെ ഒരു മിക്സ്ചർ, ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓർ മിക്സ്ചർ കൺസിസ്റ്റിംഗ് ഓഫ് ടു ലിക്വിഡ്സ് എ ആൻഡ് ബി. ഈ മിക്സ്ചറിൽ നിന്ന് എ ആൻഡ് ബി കമ്പോണൻസിനെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, എ ആൻഡ് ബി സെപ്പറേറ്റ് ആയിട്ട് കിട്ടണം. അപ്പം ലിക്വിഡ് കമ്പോണൻസിന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഒന്നെങ്കിൽ ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. ഡിപ്പെൻസ് ഓൺ ദി ഡിഫറൻസ് ഇൻ ദി ബോയിലിംഗ് പോയിന്റ്സ് ഓഫ് ദോസ് ടു ലിക്വിഡ്സ്. Okay, if the difference in the boiling point is too large, then we can use distillation process. അതേസമയം വളരെ ക്ലോസ് ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് ആണ് ഈ രണ്ടെണ്ണത്തിനും ഉള്ളത് എങ്കിൽ നമ്മൾ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കും. അപ്പോൾ എന്തും ആയിക്കൊള്ളട്ടെ, ഡിസ്റ്റിലേഷൻ ആയിക്കൊള്ളട്ടെ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ആയിക്കൊള്ളട്ടെ, നമ്മൾ എന്താ ചെയ്യുന്നത്, അവിടെ ചൂടാക്കും. ചൂടാക്കുന്ന സമയത്ത് ഏത് കമ്പോണൻറ്റിനാണോ ബോയിലിംഗ് പോയിന്റ് കുറവുള്ളത് ആ കമ്പോണൻറ്റ് ആദ്യം ഡിസ്റ്റിൽ ചെയ്യും, പുറത്തോട്ട് വരും ഇൻ ദി ഫോം ഓഫ് വേപ്പർ, അല്ലേ? അതിൻ്റെ ബാക്കിൽ രണ്ടാമത്തെ കമ്പോണൻറ്റ് വരും. ഇതാണ് സാധാരണ ഡിസ്റ്റിലേഷൻ ഓർ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത്. ഇനി നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള ബൈനറി സൊല്യൂഷൻ എടുക്കുകയാണ്. ഓക്കെ, ഇതേ ലിക്വിഡ് തന്നെ ആയിക്കൊള്ളട്ടെ, ഇതേ സൊല്യൂഷൻ തന്നെ ആയിക്കൊള്ളട്ടെ, എ ആൻഡ് ബി, എ സൊല്യൂഷൻ കൺസിസ്റ്റിംഗ് ഓഫ് എ ആൻഡ് ബി. അതിൽ എയും ബിയും എടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക റേഷ്യോയിലാണ്. എ ആൻഡ് ബി ആർ ടേക്കൺ ഇൻ എ ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഓക്കെ, സ്പെഷ്യൽ പ്രൊപ്പോർഷൻ. സേ എക്സ് എ ഈസ് ടു എക്സ് ബി. ഈ റേഷ്യോയിൽ തന്നെ എടുക്കണം. ഈ പ്രത്യേകമായ റേഷ്യോയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മളെ കയ്യിലുള്ളത് ഈ റേഷ്യോയിലാണ്. നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ എയും ബിയും സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, എയും ബിയും ഉള്ള റേഷ്യോ എക്സ് ഈസ് ടു എക്സ് ബി ആണ്. ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക്കുകളിൽ അതിന് എക്സാമ്പിളുകൾ പറയും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ചൂടാക്കുന്നു. ഓക്കെ, അതിനു മുമ്പ് എയുടെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് സേ 350 കെൽവിൻ ആണെന്ന് വിചാരിക്കുക. കേൾക്കണം, 350 കെൽവിൻ. ബിയുടെ ബോയിലിംഗ് പോയിന്റ് 360 കെൽവിൻ. അപ്പം ഞാനിതിനെ ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, ചൂടായിട്ട് ഐ മീൻ ഒരു 350 കെൽവിൻ എന്നുള്ള ടെമ്പറേച്ചർ റീച്ച് ചെയ്യുമ്പോൾ എ എന്ന കമ്പോണന്റ് ബോയിൽ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അത് വേപ്പറിന്റെ ഫോമിന് മുകളിലോട്ട് വരും, സെപ്പറേറ്റ് ചെയ്യപ്പെടും. അത് കഴിഞ്ഞ ശേഷം 360 കെൽവിനിൽ നമുക്ക് ബിയും കിട്ടും. അങ്ങനെയല്ലേ സാധാരണ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലേ? പക്ഷേ ഈ ഒരു പ്രത്യേക റേഷ്യോ എത്രയാണ് നമുക്ക് പിന്നീട് പറയാം. ഈ ഒരു പ്രത്യേക റേഷ്യോയിൽ എടുത്തിട്ട് നിങ്ങൾ ചൂടാക്കി കഴിഞ്ഞാൽ 350 കെൽവിനിലേക്ക് എത്തുമ്പോൾ എ എന്ന കമ്പോണന്റ് മാത്രം സെപ്പറേറ്റ് ചെയ്തു വരുന്ന ആ പ്രോസസ്സ് നടക്കത്തില്ല. ഓക്കെ, വേറൊരു പുതിയൊരു ടെമ്പറേച്ചറിൽ കേൾക്കണം, ഈ ആർക്കാണോ ബോയിലിംഗ് പോയിന്റ് കുറവുള്ളത് ആ കമ്പോണന്റ് അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൽ വെച്ചിട്ട് ഡിസ്റ്റിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ബോയിൽ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടില്ല. എപ്പോൾ ഈ ഒരു പ്രത്യേക റേഷ്യോയിലാണ് ആ കമ്പോണൻസ് എടുത്തിട്ടുള്ളത് എങ്കിൽ പിന്നെ എന്താ സംഭവിക്കുന്നത് അതുകൂടി കേൾക്കണം. ഈ പറയപ്പെട്ട രണ്ട് ബോയിലിംഗ് പോയിന്റുകൾ ഉണ്ടല്ലോ, ഈ രണ്ടുമല്ലാത്തൊരു ടെമ്പറേച്ചറിൽ ആ ടെമ്പറേച്ചർ ഒന്നെങ്കിൽ 350 കെൽവിന് താഴെയുള്ള ടെമ്പറേച്ചർ ആയിരിക്കും, അല്ലെങ്കിൽ 360 കെൽവിന് മുകളിലുള്ള ടെമ്പറേച്ചർ ആയിരിക്കും. ഓക്കെ, ഇതിൽ ആർക്കാണ് ഏറ്റവും ചെറിയ ബോയിലിംഗ് പോയിന്റ് ഉള്ളത് അതിനേക്കാൾ ചെറിയ ടെമ്പറേച്ചറിൽ, അല്ലെങ്കിൽ ആർക്കാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ളത് അതിനേക്കാൾ കൂടിയ ടെമ്പറേച്ചറിൽ
ഇത് തിളക്കാൻ തുടങ്ങും. ആര്? എ മാത്രമോ ബി മാത്രമോ അല്ല, സൊല്യൂഷൻ മൊത്തത്തിൽ ടോട്ടലായിട്ട് ബോയിൽ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഈച്ച് കമ്പോണന്റ് സെപ്പറേറ്റ് ആയിട്ട് തിളക്കുന്നതല്ല, പിന്നെയോ രണ്ട് കമ്പോണന്റും ചേർന്നിട്ടുള്ള സൊല്യൂഷൻ മൊത്തത്തിൽ തിളക്കാൻ തുടങ്ങും. അതിന്റെ ഫലമായിട്ട് ഞാൻ ഇതിന് ഒരു എക്സാമ്പിൾ പറയാം, ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട്. 340 കെൽവിൻ എന്ന് വിചാരിക്കാം. 340 കെൽവിനിലേക്ക് എത്തുമ്പോൾ സൊല്യൂഷൻ തിളക്കാൻ തുടങ്ങി. വീണ്ടും പറയാണ്, എ മാത്രമായിട്ടല്ല തിളക്കുന്നത്, ബി മാത്രമായിട്ടല്ല തിളക്കുന്നത്. ഓക്കെ, പിന്നെ ആ സൊല്യൂഷൻ മൊത്തത്തിൽ അങ്ങനെ തിളക്കാൻ തുടങ്ങാണ്. ബോയിൽ ചെയ്യാൻ തുടങ്ങിയ പിന്നെ എന്താ, വേപ്പേഴ്സ് വിഗ്രസ് ആയിട്ട് മുകളിലോട്ട് എസ്കേപ്പ് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ ഈ വേപ്പർ സ്റ്റേറ്റിൽ എയും ബിയും ഉണ്ടാകുമല്ലോ. ബോയിൽ ചെയ്ത ശേഷം എയും ബിയും ഒരുമിച്ച് വേപ്പർ ഫേസിലേക്ക് വരാണ്. എന്നിട്ട് ആ വേപ്പർ ഫേസിലുള്ള എയുടെയും ബിയുടെയും റേഷ്യോ നിങ്ങൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും എയുടെയും ബിയുടെയും റേഷ്യോ എക്സാക്ട്ലി സെയിം ആസ് ഇൻ ദി ലിക്വിഡ്. XA:XB തന്നെയായിരിക്കും. ഓക്കെ, അതായത് ലിക്വിഡ് ഫേസിലുള്ള അതേ പ്രൊപ്പോർഷനിൽ കമ്പോണൻസ് വേപ്പർ ഫേസിലും ഉണ്ടാവും. ഈ പ്രോസസ് എപ്പോഴാണ് നടക്കുന്നത്? അതാണ് ഇമ്പോർട്ടന്റ്. അത് നടക്കണമെങ്കിൽ എല്ലാ റേഷ്യോയിൽ എടുത്താൽ അത് നടക്കൂല, ഈ ഒരു പെർട്ടിക്കുലർ റേഷ്യോയിൽ മാത്രം. ഓക്കെ, ഇതല്ലാതെ വേറൊരു റേഷ്യോയിൽ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എ ആദ്യം ബോയിൽ ചെയ്യും, പിന്നെ ബി, അതായത് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷെ ഈ റേഷ്യോയിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ലിക്വിഡ് മൊത്തത്തിൽ അങ്ങനെ തിളച്ചിട്ട് വേപ്പർ ഫേസിലോട്ട് വരും. ലിക്വിഡ്സിലെ സൊല്യൂഷനിലെ കമ്പോണന്റ് ലിക്വിഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓക്കെ, ഇങ്ങനെ ഈ റേഷ്യോയിൽ, ഈ പ്രത്യേക റേഷ്യോയിൽ എടുത്തിട്ടുള്ള ആ ബൈനറി മിക്സ്ചറിന് പറഞ്ഞ പേരാണ് അസിയോട്രോപ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് അസിയോട്രോപ്സിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? Azeotrophs are the binary mixtures. Okay, these are the binary mixtures. Binary mixtures. എന്താണ് ഇതിന്റെ പ്രത്യേകത? Which has or which have the same composition in the vapor phase as well as in liquid phase. Same composition. അപ്പൊ അങ്ങനെ മനസ്സിലായോ? താഴെയുള്ള റേഷ്യോ, താഴെ എയും ബിയും എത്ര, പിന്നെ എന്താ പറയുക, അതിന്റെ മോളുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണോ, അതായത് താഴെ എത്രയാണോ ഓരോന്നിന്റെയും എമൗണ്ട്, അത് എമൗണ്ട് എന്നല്ല, താഴെ എത്രയാണോ അതിന്റെ കോൺസെൻട്രേഷന്റെ റേഷ്യോ, അതേ റേഷ്യോയിൽ മുകളിലുണ്ടാവും. ഓക്കെ, വിച്ച് ഹാവ് ദി സെയിം കോമ്പോസിഷൻ ഇൻ ലിക്വിഡ് ഫേസ് ആൻഡ് വേപ്പർ ഫേസ്. ഓക്കെ, ഈ രണ്ട് ഫേസിലും ഒരേ കോമ്പോസിഷൻ ആയിരിക്കും. പിന്നെയോ അതിന് ഈ കോമ്പോസിഷനിൽ എടുത്തു കഴിഞ്ഞാൽ അത് എന്താ ചെയ്യുന്നത്? തിളക്കുന്നത്, ബോയിൽ ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലാണ്, അല്ലാതെ ഇതിന്റെ ബോയിലിംഗ് പോയിന്റിലോ ഇതിന്റെ ബോയിലിംഗ് പോയിന്റിലോ അല്ല. ഇത് രണ്ടുമല്ലാത്ത വേറൊരു ടെമ്പറേച്ചറിൽ ആണ് ഇത് തിളക്കുന്നത്. ഇത് രണ്ടിനും കൂടിയിട്ട് കോമൺ ആയിട്ടൊരു ബോയിലിംഗ് പോയിന്റ് ആണുള്ളത്, ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ബോയിലിംഗ് പോയിന്റ് ആണുള്ളത്. Okay, so these are the binary mixtures have the same composition in liquid phase and vapor phase and boil at constant temperature. At constant temperature. Okay. അങ്ങനെയാണെങ്കിൽ എന്താ ഇതിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ്? അസിയോട്രോപിക് മിക്സ്ചേഴ്സിനെ ഒരിക്കലും നമുക്ക് ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. രണ്ട് ലിക്വിഡ്സിനെ അതിന്റെ അസിയോട്രോപിക് കോമ്പോസിഷൻ, ആ പറയുന്നതിന്റെ വേർഡ് നന്നായിട്ട് ശ്രദ്ധിക്കണം. അസിയോട്രോപിക് കോമ്പോസിഷനിലാണ് ഈ രണ്ട് ലിക്വിഡ്സ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്കൊരിക്കലും അതിലുള്ള ആ കമ്പോണന്റ് ലിക്വിഡ്സിനെ ഒരിക്കലും നമുക്ക് ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. വേറെ ഏതെങ്കിലും മെത്തേഡ് ഉപയോഗിക്കണം. ഓക്കെ, എന്തുകൊണ്ട്? ആ കോമ്പോസിഷനിൽ നമ്മൾ ചൂടാക്കുമ്പോൾ ലിക്വിഡ് കമ്പോണന്റ് ലിക്വിഡ്സ് സെപ്പറേറ്റ് ആയിട്ട് ബോയിൽ ചെയ്യുന്നതിന് പകരം മൊത്തത്തിൽ സൊല്യൂഷൻ മൊത്തത്തിൽ അങ്ങനെ ബോയിൽ ചെയ്യാണ്. അത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിന്റെ പ്രത്യേകത എന്താണ്? അത് ആ കമ്പോണന്റ് ലിക്വിഡ്സിന്റെ രണ്ടിന്റെയും ബോയിലിംഗ് പോയിന്റ് ആയിരിക്കില്ല. അതിൽ ഏറ്റവും ചെറിയ ബോയിലിംഗ് പോയിന്റ് ആർക്കാണുള്ളത് അതിനേക്കാൾ ചെറുതാവാം, ഏറ്റവും വലുത് ആർക്കാണുള്ളത് അതിനേക്കാൾ വലുതാവാം. ഓക്കെ, ഇനി
ഈ അസിയോട്രോപിക് മിക്സ്ചേഴ്സ് രണ്ട് ടൈപ്പിലുണ്ട്. പറയട്ടെ. ഒന്ന്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. ഓക്കെ, എന്താണ് ഇതിന്റെ പ്രത്യേകത നോക്കാം. ഈ അസിയോട്രോപ്സ് ഇങ്ങനെയുള്ള അസിയോട്രോപ്സ് ഫോം ചെയ്യുന്നത് ഫോംഡ് ബൈ ബൈനറി സൊല്യൂഷൻസ് showing positive deviation from ideal behavior. Positive deviation from ideal behavior. ഐഡിയൽ ബിഹേവിയറിൽ നിന്നും ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് ഈ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയിട്ട് മാറുന്നത്. ഓക്കെ, എന്താ അങ്ങനെ എന്തുകൊണ്ടാണ് ഈ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ്? ഇത് എപ്പോഴല്ലാതെ ഒരു പ്രത്യേക കോമ്പോസിഷനിൽ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് അതിൻ്റെ ഒരു പ്രത്യേക കോമ്പോസിഷനിൽ എടുക്കുമ്പോൾ അത് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആവും. അതെന്താ അങ്ങനെ പറഞ്ഞു? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, അസിയോട്രോപ്പ് എന്നാണ് നിങ്ങൾക്ക് ക്ലിയർ ആയി. ബൈനറി സൊല്യൂഷൻ അസിയോട്രോപ്പ് ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ആ രണ്ട് കമ്പോണൻസ് ചേർന്നിട്ടുള്ള സൊല്യൂഷൻ പ്രത്യേക അനുപാതത്തിൽ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ അതിനെ ചൂടാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, രണ്ടുപേരും ഒരുമിച്ച് പേപ്പർ ഫേസിലേക്ക് പോകുന്നു. അതിനെയാണ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത്. അത് ഒരുപാട് പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഇനി എപ്പോഴാണ് അതിന്റെ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു, these isotopes are formed by the binary solutions showing positive deviation from ideal behavior. ഞാനൊരു എക്സാമ്പിൾ പറയാം, എന്നിട്ട് ഇതിങ്ങനെ പറയാനുള്ള കാരണം പറയാം. ഓക്കെ, 95% കേൾക്കണം, 95.6% ബൈമാസ് എത്തനോൾ സൊല്യൂഷൻ. 95.6% ബൈ മാസ് എത്തനോൾ സൊല്യൂഷൻ. ഇത്രയും കോൺസെൻട്രേഷനിലുള്ള എത്തനോൾ സൊല്യൂഷൻ. എത്തനോൾ സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? എത്തനോൾ പ്ലസ് വാട്ടർ. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇല്ലേ? അപ്പൊ എത്തനോൾ പ്ലസ് വാട്ടർ, ഈ പിന്നെ എന്താ പറയാ മിക്സ്ചർ അല്ലെങ്കിൽ സൊല്യൂഷൻ ഈ കോൺസെൻട്രേഷനിൽ എടുത്തു കഴിഞ്ഞാൽ, എല്ലാ കോൺസെൻട്രേഷനിലെല്ലാം നോക്കുക, എത്തനോളിനെയും വാട്ടറിനെയും നിങ്ങൾക്ക് ഏത് കോമ്പോസിഷനിൽ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഇത് 1 ഗ്രാം, ഇത് 99 ഗ്രാം, ഇത് 2 ഗ്രാം, ഇത് 98 ഗ്രാം, ഇത് 3 ഗ്രാം, ഇത് 97 ഗ്രാം, എങ്ങനെ ഏത് കോമ്പോസിഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. പക്ഷെ ഈ കോമ്പോസിഷനിൽ എടുത്തു കഴിഞ്ഞാൽ അത് അസിയോട്രോപ്പാണ്. അതായത് 95.6 ഗ്രാം ഓരോ 100 ഗ്രാമിലും 100 ഗ്രാം സൊല്യൂഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ 95.6 ഗ്രാം എത്തനോളും ബാക്കി 4.4 ഗ്രാം വെള്ളം. ഈ ഒരു കോമ്പോസിഷനിലാണ് ഈ സൊല്യൂഷൻ അസിയോട്രോപ്പ് ആവുന്നത്. അതായത് ഈ സൊല്യൂഷനിൽ നിങ്ങൾ ഇതിനെ ചൂടാക്കി കഴിഞ്ഞാൽ എത്തനോളിനെയും വെള്ളത്തിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റൂല. എത്തനോൾ ഇതിനാ നമ്മൾ പണ്ട് റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് വിളിച്ചത് ഓർമ്മയുണ്ടാവും, 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. റെക്ടിഫൈഡ് സ്പിരിറ്റ്. നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് ഇതിനെ ചൂടാക്കിയിട്ട്, സാധാരണ രീതിയിൽ എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 361.3 കെൽവിൻ, 361.3 കെൽവിനാണ്. H2O ബോയിലിംഗ് പോയിന്റ് 373 കെൽവിനാണ്. അപ്പൊ നമ്മൾ ഇതിനെ ഇതല്ലാത്ത കോൺസെൻട്രേഷനിൽ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യുക? ഈ എത്തനോള് പെട്ടെന്ന് ബോയിൽ ചെയ്യുന്ന സെപ്പറേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മളത് കണ്ടിട്ടുണ്ടാകും, പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ടാകും. എന്താ പറയുക, വാറ്റുണ്ടാക്കുന്ന ഒരു സജ്ജീകരണം സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അപ്പൊ എന്താണ് അവിടെ ഈ എത്തനോള് പ്ലസ് വാട്ടർ ആ മിക്സ്ചർ നമ്മൾ ചൂടാക്കുകയാണ്. ചൂടാക്കുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറവുള്ള എത്തനോള് ഫസ്റ്റ് ഡിസ്റ്റിൽ ചെയ്ത് പുറത്ത് വരും. പക്ഷെ ഈ ഒരു കോമ്പോസിഷനിലാണ് അത് ഉള്ളത് എങ്കിൽ നമ്മൾ ചൂടാക്കുമ്പോൾ എത്തനോളും വെള്ളവും ഒരേപോലെ പുറത്തോട്ട് വരും. ആ വേപ്പർ ഫേസിൽ വെള്ളത്തിൻ്റെയും അതേപോലെ എത്തനോളിൻ്റെയും കോമ്പോസിഷൻ ഇത് തന്നെയായിരിക്കും, 95.6% തന്നെയായിരിക്കും.
അല്ലാതെ എന്താവില്ല, വെള്ളം സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ വെള്ളത്തിൽ നിന്ന് എത്തനോൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ഈ സൊല്യൂഷൻ, എത്തനോൾ സൊല്യൂഷൻ ഈ പെർസെൻറ്റേജിൽ എടുത്തു കഴിഞ്ഞാൽ അത് അസിയോട്രോപ്പാണ്. ഈ എത്തനോൾ സൊല്യൂഷൻ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഒരു സൊല്യൂഷനാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ട് ഇതിനെ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കുന്നു നോക്കാം. ഓക്കെ, ഇനി അത് പറയണമെങ്കിൽ എപ്പോഴാണ് ഒരു സൊല്യൂഷൻ ബോയിൽ ചെയ്യുന്നത്? വേപ്പർ പ്രഷർ കൂടിയിട്ട് എപ്പോഴാണ് വേപ്പർ പ്രഷർ എക്സ്റ്റേണൽ ATM പ്രഷർ ഈക്വൽ ആകുന്നത് അപ്പോഴാണ് ലിക്വിഡ് തിളക്കുക ആണല്ലോ. ഇത് വെള്ളമാണെന്ന് വിചാരിക്കുക. ഈ വെള്ളത്തിന് നമ്മൾ ചൂടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വേപ്പർ ഫേസിലേക്ക് എത്തുന്ന വേപ്പേഴ്സിന്റെ എണ്ണം കൂടും. അതുവഴി താഴോട്ടുള്ള വേപ്പർ പ്രഷർ കൂടും. ആ വേപ്പർ പ്രഷർ കൂടിയിട്ട് എപ്പോഴാണ് പുറത്തുള്ള ATM പ്രഷർ ഈക്വൽ ആകുന്നത് അപ്പോഴാണ് വെള്ളം തിളക്കുന്നത്. വെള്ളം പോലെ തന്നെ മറ്റുള്ള ലിക്വിഡ്സ് തിളക്കുന്നത് അപ്പോഴാണ്. എന്താണ്? അതിന്റെ മുകളിലുള്ള വേപ്പർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ പുറത്തുള്ള പ്രഷറിന് ഈക്വൽ ആണ്. അപ്പോൾ ഈ ലിക്വിഡിൽ തിളക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കും. ആ പ്രോസസ്സ് നടക്കുന്ന ടെമ്പറേച്ചർ ഏതാണോ അതാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വെള്ളത്തിനെ ചൂടാക്കി എപ്പോഴാണ് വെള്ളം 373 കെൽവിനിലേക്ക് എത്തുന്നത് അപ്പോഴാണ് താഴോട്ടുള്ള പ്രഷറും പുറത്തുള്ള പ്രഷറും ഈക്വൽ ആകുന്നത്. ഈ രണ്ട് പ്രഷറുകൾ ഈക്വൽ ആകുന്ന ടെമ്പറേച്ചറാണ് ബോയിലിംഗ് പോയിന്റ്. ഓക്കെ അല്ലേ? അപ്പൊ വെള്ളം 373 കെൽവിനിൽ തിളച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വെള്ളത്തിന്റെ വേപ്പർ പ്രഷറും പുറത്തുള്ള എക്സ്റ്റേണൽ പ്രഷറും ആ ടെമ്പറേച്ചറിൽ ഈക്വൽ ആയി എന്നല്ലേ? അപ്പൊ ഇനി ഇതിലേക്ക് വരാം. അപ്പൊ ഇത് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ആണ് ഞാൻ പറഞ്ഞല്ലോ. അതിന് ആ പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് ഒന്ന് നോക്കിക്കോ. ഞാൻ വരച്ച സംഗതിയാണ്. ഇവിടെ നമ്മൾ എന്താ എടുത്തത്? ഇവിടെ വേപ്പർ പ്രഷർ എടുത്തു. ഇവിടെ എന്താ എടുത്തത്? മോൾ ഫ്രാക്ഷൻ അല്ലെ? അപ്പൊ ഇവിടെ ഞാൻ എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ ഇവിടെ 0 ആണ്. എത്തനോൾ സൊല്യൂട്ടാണ്. വെള്ളം വന്നു കഴിഞ്ഞാൽ വെള്ളമാണ് സോൾവെന്റ്. ഇവിടെ എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ 1. എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ 1. ഇവിടെ വെള്ളത്തിന്റെ മോൾ ഫ്രാക്ഷൻ H2O which is equal to 1. ഇവിടെ വെള്ളത്തിൻ്റെത് 0. ഓക്കെ, അപ്പോ ഇവിടെ എത്തനോൾ ഇല്ല, വെള്ളം മാത്രം. ഇവിടെ വെള്ളമില്ല, എത്തനോൾ മാത്രം. ഇതിന്റെ അടുത്ത് എത്തനോളുണ്ട്, വെള്ളമുണ്ട്. ചേർന്നിട്ടുള്ള സൊല്യൂഷൻ ആണ് ഇതിന്റെ അടുത്ത് അല്ലെ? രണ്ടും ചേർന്നിട്ടുള്ള സൊല്യൂഷൻ ആണ് ഇതിന്റെ അടുത്തുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വെള്ളമാണല്ലോ സോൾവെന്റ്. അപ്പോ എന്ത് സംഭവിക്കുന്നു? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്തോറും വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ കൂടിക്കൊണ്ട് വരും അല്ലെ? മോൾ ഫ്രാക്ഷൻ കൂടുന്തോറും വെള്ളത്തിന്റെ വേപ്പർ പ്രഷർ കൂടിക്കും. ഇവിടേക്ക് എത്തുമ്പോൾ എന്താവും? P0H2O. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നതോറും എത്തനോളിന്റെ മോൾ ഫ്രാക്ഷൻ കൂടിക്കൊണ്ട് വരുന്നു. ഇവിടേക്ക് എത്തുമ്പോൾ അതിന് മാക്സിമം ആയി. ഇതെന്താണ്? P0 ഓഫ് എത്തനോൾ. ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് കിട്ടുക. എപ്പോ ഇത് രണ്ടും ഐഡിയൽ ആണ് എങ്കിൽ അല്ലെ? ഐഡിയൽ അല്ലല്ലോ, പിന്നെന്താണ്? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. അപ്പൊ എങ്ങനെയായിരിക്കും ഗ്രാഫ് നമുക്ക് കിട്ടുക? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി നമ്മൾ ഏത് കോമ്പോസിഷനാണ് പറഞ്ഞത്? 95.6% എന്നല്ലേ? എന്ന് പറഞ്ഞാൽ എത്തനോൾ മാക്സിമം. ഓക്കെ, എത്തനോൾ എത്രയാണ്? 95.6 ഗ്രാം. ആ 95.6 ഗ്രാം എത്തനോളാണ് അല്ലെ? ഇത് എത്തനോളിന്റെ കോമ്പോസിഷൻ കൂടുതലാണ്, വെള്ളത്തിന്റെ കോമ്പോസിഷൻ കുറവാണ്. ഈ ഒരു പോയിന്റ് ആണ് വിചാരിക്കുക. 95.6 ഗ്രാം എത്തനോളും 4.4 ഗ്രാം വെള്ളവും ഉള്ളത് ഇത് ഇവിടെയാണെന്ന് വിചാരിക്കുക. XA/XB എന്നുള്ളത് ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ഇത്രയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോ ഇവിടെ സൊല്യൂഷന്റെ പിന്നെ ഇത് ഗ്രാഫ് എങ്ങനെയാണ്? ഇത് വെള്ളത്തിന്റെ മാത്രം, ഇത് എത്തനോളിന്റെ മാത്രം. ഇനി സൊല്യൂഷൻ എങ്ങനെയായിരുന്നു? ഐഡിയൽ ആണ് എങ്കിൽ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു? ഇങ്ങനെ അല്ലെ? ഇനി ഐഡിയൽ അല്ല, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുക. അപ്പൊ ഇതിങ്ങനെയാണ് വരാം.
നിങ്ങൾ നോക്കണേ, ആ ഗ്രാഫ് ഇങ്ങനെ വരുന്നതല്ല, ശരിക്കില്ല ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ലാർജ് ഇൻക്രിമെന്റ് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വരുന്നത്. ഇങ്ങനെയാണ് പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ്. അപ്പൊ ഇതാ ഈ ഒരു പോയിന്റില്, ഈ ഒരു കോമ്പോസിഷനില്, ഇതാ ഈ ഒരു കോമ്പോസിഷനിൽ ഗ്രാഫ് പോസിറ്റീവ് ഡീവിയേഷന്റെ സൊല്യൂഷന്റെ ഗ്രാഫ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പർ പ്രഷർ, ഈ കോമ്പോസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പർ പ്രഷർ നോക്കുമ്പോൾ ആ വേപ്പർ പ്രഷർ നമുക്ക് കിട്ടുന്നത് മാക്സിമം വാല്യൂ കിട്ടും. നമുക്ക് ഈ ഒരു കോമ്പോസിഷനിലെ വേപ്പർ പ്രഷർ മാക്സിമം കിട്ടും. ഇതാണ് ശരിക്കും ഗ്രാഫ്, ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കോമ്പോസിഷനിൽ നമുക്ക് മാക്സിമം ഈ കോമ്പോസിഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പർ പ്രഷർ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ മാക്സിമം ആയിട്ട് കിട്ടും. അതായത് 95.6% കോൺസെൻട്രേഷനിൽ എത്തനോൾ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി വേപ്പർ പ്രഷർ ഒരുപാട് കൂടുതലാണ്, ഇഷ്ടമാതിരി വേപ്പേഴ്സ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ചൂടാക്കുമ്പോൾ തന്നെ എന്താണെന്നുണ്ടെങ്കിൽ വേപ്പർ പ്രഷർ എക്സ്റ്റേണൽ പ്രഷറിന് ഈക്വൽ ആവും. കുറച്ച് ചൂടാക്കിയാൽ മതി, ഒരുപാട് ചൂടാക്കേണ്ട. കുറച്ച് ചൂടാക്കുമ്പോൾ തന്നെ ഈ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ATM പ്രഷറിന് ഈക്വൽ ആണ്. നോക്കില്ല, ഈ കോമ്പോസിഷനിൽ വേപ്പർ പ്രഷർ കൂടുതലാണ്. അപ്പൊ അതിന് ATM പ്രഷറിലേക്ക് എത്തിക്കാൻ കുറച്ച് ചൂടാക്കിയാൽ മതി. അപ്പോഴേക്കും വേപ്പേഴ്സ് മുകളിലേക്ക് എത്തുന്നു, രണ്ടും ഈക്വൽ ആവുന്നു, ബോയിലിംഗ് നടക്കുന്നു. ഓക്കെ, അതായത് ഈ കോമ്പോസിഷനിൽ ഈ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് എന്തെന്നറിയാവോ? ഇതല്ല, ഇതിനേക്കാൾ ചെറുതാണ്. ഓക്കെ, അതെത്ര എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് 351.1 കെൽവിൻ. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ചില പ്രത്യേക അനുപാതത്തിൽ എടുക്കുമ്പോൾ, കേൾക്കണേ, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ചില പ്രത്യേക അനുപാതത്തിൽ എടുക്കുമ്പോൾ അത് അസിയോട്രോപ്പ് ആവും. ആ അസിയോട്രോപിക് കോമ്പോസിഷനിൽ കറസ്പോണ്ടിങ് വേപ്പർ പ്രഷർ നോക്കുമ്പോൾ വേപ്പർ പ്രഷർ മാക്സിമം ആണ്, അതുകൊണ്ട് തന്നെ ബോയിലിംഗ് പോയിന്റ് മിനിമം ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ചെറിയ മിനിമം ബോയിലിംഗ് പോയിന്റ് കാണിക്കുന്ന, പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആ അസിയോട്രോപ്പുകളാണ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. ഓക്കെ അല്ലേ? അപ്പൊ അത് ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ്, അപ്പൊ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന്റെ ബോയിലിംഗ് പോയിന്റ് ആ രണ്ട് ബൈനറി ലിക്വിഡ്സിൽ ആർക്കാണ് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവുള്ളത് അതിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. രണ്ടാമത്തത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. അപ്പൊ എന്താണ് നോക്കാം, വളരെ സിമ്പിൾ ആണ്, ഇത് കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. And these are formed by solutions, which is solutions, binary solutions showing negative deviation from ideal behavior. ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ആണ് പിന്നെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ഫോം ചെയ്യുന്നത്. ഒന്നുകൂടി പറയും, ഇതിൽ ഓരോ ടേം ഇമ്പോർട്ടന്റ് ആണോ. അസിയോട്രോപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി, ചൂടാക്കുമ്പോൾ രണ്ടും ഒരുമിച്ച് പോകുന്നത്. എന്തുകൊണ്ടത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആണ് എന്ന് പറയണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഹിന്റാണ് ഇത്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ്. ആ സൊല്യൂഷൻസ് എപ്പോഴും അസിയോട്രോപ്പ് നല്ല, അത് വീണ്ടും തലക്ക് കയറ്റണം. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന അസിയോട്രോപ്സ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് എപ്പോഴും അസിയോട്രോപ്പ് അല്ല, ആ പറയപ്പെട്ട പ്രത്യേക അനുപാതത്തിൽ തന്നെ എടുക്കണം. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 20.3% HCl solution by mass.
HCl സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? HCl പ്ലസ് വാട്ടർ ആണല്ലോ. HCl പ്ലസ് വാട്ടർ. ഇതില് HClന്റെ ഈ കോൺസെൻട്രേഷനിൽ എടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? HCl 20.3 ഗ്രാം ഉണ്ട്, 79.7 ഗ്രാം വെള്ളമാണ് ആണല്ലോ. ഇനി സാധാരണ രീതിയിൽ HCl ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ അതിന്റെ ബോയിലിംഗ് പോയിന്റ് 158 കെൽവിനാണ്. വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് 373 കെൽവിനാണ്. ഓക്കെ, അപ്പൊ സാധാരണ ഈ ഒരു കോൺസെൻട്രേഷനിലല്ലാതെ 20.3% എന്നുള്ള ആ കോൺസെൻട്രേഷനിലല്ല 40% എന്നുള്ള കോൺസെൻട്രേഷൻ നിങ്ങൾ ഈ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? സംശയമില്ല. എന്താണ്? 158 കെൽവിൻ ചൂടാക്കിയിട്ട് നിങ്ങൾ 188 കെൽവിനിലേക്ക് എത്തുമ്പോൾ, ഒരുപാട് ചൂടൊന്നാക്കണ്ട, 158 ചെറിയ ടെമ്പറേച്ചർ ആണ്. 158 കെൽവിനിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കും? HCl മാത്രമായിട്ട് ബോയിൽ ചെയ്യും. അങ്ങനെ HCl സെപ്പറേറ്റ് ചെയ്യും. വെള്ളം തിളക്കണമെങ്കിൽ വീണ്ടും ചൂടാക്കണം. 373 എത്തിയാലേ വെള്ളം എന്താവുള്ളൂ? ബോയിൽ ചെയ്യത്തുള്ളൂ. അതേസമയം ഈ ഒരു കോൺസെൻട്രേഷനിലാണ് നമ്മൾ എടുക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഏത് കോൺസെൻട്രേഷൻ? 20.3% കോൺസെൻട്രേഷനിൽ എടുത്തു കഴിഞ്ഞാൽ ചൂടാക്കിയിട്ട് 158 കെൽവിനിലേക്ക് എത്തിയാൽ HCl സെപ്പറേറ്റ് ആവില്ല. നിങ്ങൾ വീണ്ടും ചൂടാക്കുന്നു 158 കഴിഞ്ഞ് 200 കഴിഞ്ഞ് 300 കഴിഞ്ഞ് 373 എത്തിയപ്പോൾ വെള്ളം തിളക്കുന്നില്ല. അപ്പൊ ഇവിടെയും ബോയിലിംഗ് സംഭവിക്കുന്നില്ല, ഇതിലും ബോയിലിംഗ് സംഭവിക്കുന്നില്ല. വീണ്ടും ചൂടാക്കിയിട്ട് 383 കെൽവിനിലേക്ക് എത്തുമ്പോൾ ആ സൊല്യൂഷൻ തിളക്കുക. സൊല്യൂഷൻ തിളച്ചിട്ട് രണ്ടും HClഉം അതേപോലെ H2ഉം രണ്ടുപേരും ഒരുമിച്ച് വേപ്പർ ഫേസിലേക്ക് വരും. ആ ഒരുമിച്ച് വരുന്നത് കൊണ്ടാണ് അത് അസിയോട്രോപ്പ് ആയത്. അപ്പൊ ഈ സൊല്യൂഷൻ HClന്റെ സൊല്യൂഷൻ അസിയോട്രോപ്പ് ആവുന്നത് ഏത് കോൺസെൻട്രേഷനിലാണ്? ഈ കോൺസെൻട്രേഷനിലാണ്. ഇനി എന്തുകൊണ്ട് അത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് ആയി? അതിന് എന്തുകൊണ്ട് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് എന്ന് വിളിക്കുന്നു? നോക്കിക്കോ, വേറൊന്നും കൊണ്ടല്ല, ബോയിലിംഗ് പോയിന്റ് 2 കൂടിയില്ലേ? തീർച്ചയായിട്ടും ബോയിലിംഗ് പോയിന്റ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടായിരിക്കണം? ചൂടാക്കുന്നതിന് മുമ്പ് അതിന്റെ വേപ്പർ പ്രഷർ വളരെ കുറവായിരിക്കണം. ഓക്കെ, നോക്കുക, ഇത് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതല്ല നമ്മൾ പറഞ്ഞത് അല്ലേ? ഇവിടെ H2O-ന്റെയും അതേപോലെ HCl-ന്റെയും എടുത്തു, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഓക്കെ, ഇത് ഐഡിയൽ ആയിരുന്നു എങ്കിലുള്ള ഗ്രാഫാണ്. ഓക്കെ, ഇനി ഇതില് ഇതാണ് ടോട്ടലിന്റെ ഗ്രാഫ്. അപ്പോൾ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോൾ ടോട്ടലിന്റെ ഗ്രാഫ് ഇതാണ്. ഓക്കെ, നിങ്ങൾ കണ്ടോ, ഇവിടെ വേപ്പർ പ്രഷർ ഏറ്റവും കുറയുന്നത് ഇവിടെയല്ലേ? ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പോസിഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവിടെ 20.3% കോൺസെൻട്രേഷൻ ആണെന്ന് മനസ്സിലാക്കാം. അപ്പൊ നോക്കി, ഈ കോൺസെൻട്രേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേപ്പർ പ്രഷർ വളരെ കുറവാണ്. അതായത് നമ്മൾ ചൂടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വളരെ കുറച്ച് വേപ്പേഴ്സ് മാത്രമേ ആ മുകളിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന് ATM പ്രഷറിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരുപാട് വേപ്പേഴ്സ് മുകളിലേക്ക് എത്തേണ്ടി വരും. അതിനെന്ത് വേണം? നിങ്ങൾ ഒരുപാട് ചൂടാക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് ചൂടാക്കേണ്ടി വന്നത് കൊണ്ട് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടി. ഓക്കെ, അപ്പൊ തുടക്കത്തിൽ ബോയിലിംഗ് പോയിന്റ് വേപ്പർ പ്രഷർ കുറവായത് കൊണ്ടാണ് ബോയിലിംഗ് പോയിന്റ് മാക്സിമം ആയത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇങ്ങനെ ഇത്രയാണ് അസിയോട്രോപ്പിൽ പറയാനുള്ളത്. അസിയോട്രോപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്തെന്ന് വെച്ചെങ്കിൽ അസിയോട്രോപ്സിന് ഒരിക്കലും നമുക്ക് ഡിസ്റ്റിലേഷൻ വരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കത്തില്ല. അപ്പോൾ അസിയോട്രോപ്സ് എന്താണ്? ദീസ് ആർ ദി ബൈനറി മിക്സ്ചേഴ്സ് having the same composition in the liquid state as well as in the vapor phase and boil at constant temperature. കമ്പോണന്റ് ലിക്വിഡ്സിന്റെ ബോയിലിംഗ് പോയിന്റിലല്ല എന്താവുന്നത്, അത് തിളക്കുന്നത്. കമ്പോണൻസ് ലിക്വിഡ്സിനേക്കാളും ചിലപ്പോൾ കുറവായിരിക്കും, അല്ലെങ്കിൽ കൂടിയതായിട്ടുള്ള ടെമ്പറേച്ചറിലാണ് അത് തിളക്കുക. രണ്ട് ടൈപ്പിലുണ്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. ഓക്കെ അല്ലേ? പോസിറ്റീവ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ്, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുന്നവരാരാണ്? പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻ ഒരു പ്രത്യേക അനുപാതത്തിൽ എടുക്കുമ്പോൾ. മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പ് കാണിക്കുന്നവരാണ്? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷൻസ് ഒരു പ്രത്യേക അനുപാതത്തിൽ എടുക്കുമ്പോൾ. ഓക്കെ, മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിൽ കമ്പോണൻസ് ലിക്വിഡ്സിലെ ആർക്കാണോ ബോയിലിംഗ് പോയിന്റ് ഏറ്റവും കുറവുള്ളത് അതിനേക്കാൾ ചെറിയ ടെമ്പറേച്ചറിലാണ് തിളക്കുന്നത്. അതേപോലെ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പിൽ കമ്പോണൻസ് ലിക്വിഡ്സിലെ ആർക്കാണ് ബോയിലിംഗ് പോയിന്റ് ഏറ്റവും
കൂടുതലുള്ളത് അതിനേക്കാൾ കൂടിയ ടെമ്പറേച്ചറിലാണ് ലിക്വിഡ് മൊത്തത്തിൽ അങ്ങ് തിളക്കുന്നത്. ഓക്കെ, നോക്കിക്കോളൂ.